ഗൈബിൽ വിശ്വസിക്കണം, അപ്പോഴേ ഹിദായത്ത് കിട്ടുള്ളൂ. ഗൈബിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഖുർആന്റെ ഹിദായത്ത് കിട്ടൂല. ഭൗതികമായത് മാത്രം, അതിൻ്റെ അപ്പുറം ലോകമില്ല എന്ന് പറയുന്ന ഒരാൾക്ക് ഖുർആന്റെ ഹിദായത്ത് കിട്ടില്ല. കാരണം ഖുർആൻ പറയുന്ന പല കാര്യവും ഗൈബിയാണ്. അപ്പോൾ ഖുർആന്റെ ഹിദായത്ത് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഹിദായത്ത് ഒരാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ ഗൈബിയായ വിശ്വാസം അംഗീകരിച്ചേ പറ്റൂ. ഗൈബില്ലാതെ ഒരാൾക്ക് ഈമാൻ ഉണ്ടാവില്ല. ഈമാൻ്റെ അടിസ്ഥാനം ഗൈബ് തന്നെയാണ്. ഞാനത് ഇനിയും വിശദീകരിക്കാം. ഗൈബ് തന്നെയാണ്. ആ ഗൈബിലെ വിശ്വാസമാണ് ശരിക്കുള്ള വിശ്വാസം എന്ന് നമ്മൾ പറയുന്നത്. അല്ലാഹുവിലുള്ള വിശ്വാസം ഒന്നാമത്തെ ഗൈബിലുള്ള വിശ്വാസമാണ്. ഞാൻ ആയത്തിൽ തന്നെ പറഞ്ഞു ഒന്നൊരു കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് പറയേണ്ടതുണ്ട്. വല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറയുമ്പോൾ ഗൈബിൽ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് ഈ ഗൈബിൽ വരുന്ന വിശ്വാസത്തിൽ പ്രധാനമായിട്ട് വരുന്നത്? അത് നമ്മൾ 6 ഈമാൻ കാര്യങ്ങളാണ് ആദ്യം വരിക. അള്ളാഹുവിലുള്ള വിശ്വാസം ഗൈബാണ്. മലക്കുകളുടെ വിശ്വാസം ഗൈബാണ്. നബിമാരിലുള്ള വിശ്വാസം ഗൈബാണ്. വിശ്വാസം ഗൈബാണ്. അതുപോലെ കിതാബുകൾ, അള്ളാഹു അവതരിപ്പിച്ച കിതാബിലുള്ള വിശ്വാസം ഗൈബാണ്. നന്മയും തിന്മയും അന്ത്യനാളൊക്കെ ഗൈബാണ്. കാരണം ഒക്കെ വിശ്വാസ കാര്യങ്ങളാണ്. ഒക്കെ ഗൈബിയായ വിശ്വാസം, അതിലൊക്കെ വിശ്വാസങ്ങൾ ഗൈബാണ്. അപ്പം അതിൽ നമ്മൾ പറയേണ്ട ഒരു സംഗതി, ഇപ്പം ജിന്ന് മലക്ക് ഗൈബാണ്, ഭൗതികമല്ല മനുഷ്യനെ സംബന്ധിച്ച്. ഇപ്പം നമ്മളെ ആളുകളുടെ ഇടയിൽ ഒരു ചർച്ചയാണ്, ജിന്ന് ഗൈബല്ല, ജിന്ന് വർഗം ഭൗതികമാണ്, അതുകൊണ്ട് അതിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാവില്ല എന്നൊരു വാദം നിലവിലെടുപ്പം നമ്മുടെ ഇടയിൽ. ജിന്ന് ഗൈബല്ല, ഭൗതികമാണ്, അതുകൊണ്ട് ഭൗതികമായതിനോടൊരു സഹായം ചോദിച്ചാൽ ഷിർക്കാവില്ല. ഏതുപോലെ ഈ സദസ്സിലിരിക്കുന്ന ഒരാളോട് ഞാനിപ്പോൾ ഒരാവശ്യം ഉന്നയിച്ചു. ആ ഉന്നയിച്ച ആവശ്യം അയാൾ ചെയ്തു തരുന്നു. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എടുത്തു കൊണ്ടുവരും. അത് അയാൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും. ആ സഹായം അയാളോട് എനിക്ക് ചോദിക്കാം, അതിലൊരു പ്രശ്നവുമില്ല. അതേപോലെ ഭൗതികമാണ് ജിന്നും. ജിന്നുകളോട് ഷിർക്കല്ലാത്ത രീതിയിൽ ഇങ്ങനെ സഹായം ചോദിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം ഇപ്പോൾ നിലവിലുണ്ട്. വിശ്വാസമാണോ അതോ വെറുതെ തർക്കമാണോ നമുക്കതൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു വാദം നിലവിലുണ്ട്. ആ നിലവിലുള്ള വാദത്തിൻ്റെ തത്വം എന്താണെന്ന് അറിയാം നിങ്ങൾ? ജിന്നു വർഗം ഗൈബല്ല, മലക്കുകൾ ഗൈബല്ല, അതേപോലെ ഇതൊന്നും ഗൈബല്ല എന്നാണ്, അതൊക്കെ ഭൗതികമാണ് എന്നാണ്. മഹാ അബദ്ധമാണ് പറയുന്നത്, ഭൗതികമാണ്. അപ്പൊ പിന്നെ ഗൈബ് പറഞ്ഞാൽ പിന്നെ എന്താണ്? ആകെ ഒന്ന് മാത്രമേ ഗൈബുള്ളൂ എന്നാണ്. ആ വാദത്തിന്റെ സ്വഭാവം അതാണ്. ഒറ്റ ഗൈബുള്ള എന്താ? അള്ളാഹു മാത്രമേ ഗൈബുള്ളൂ, ബാക്കിയൊന്നും ഗൈബല്ല എന്നാണ്. മഹാവിഡ്ഢിത്തം, മഹാപൊട്ടത്തരാണ് പറയുന്നത് എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ അടിത്തറ പൊളിച്ചറിയുന്ന, അങ്ങനെ ശരിക്കും വാദിച്ചാൽ അടിത്തറ പൊളിയും. കാരണം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിങ്ങൾ അള്ളാഹിൽ വിശ്വസിക്കുന്നവർ എന്നല്ല. അത് ഖുർആനിൽ വേറെ കുറേ സ്ഥലത്ത് പറഞ്ഞേ. അള്ളാഹുവിന് പുറമെ ഒരുപാട് ഗൈബുകളുണ്ട് മനുഷ്യന്. പരലോകം ഗൈബാണ്, അവിടുത്തെ രക്ഷാശിക്ഷകൾ ഗൈബാണ്, നരകം ഗൈബാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഖുർആനിൽ പറഞ്ഞ കുറെ പേരുകളുണ്ട്. ലൗഹുൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദ് അള്ളാഹുവിൻ്റെ രേഖകൾ സൂക്ഷിക്കുന്ന ഫലകം എന്ന് നമുക്ക് പറയുവാണെങ്കിൽ, ആ പറഞ്ഞത് നമ്മൾക്കറിയില്ല, ഗൈബാണ്, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞാണ്, അതുകൊണ്ട് നമ്മളത് അംഗീകരിക്കുന്നു. ഇപ്പൊ നരകത്തെ പറ്റി തന്നെ ഗൈബ്. ഞാൻ അതിൽ വളരുന്നൊരു മരത്തെ പറ്റി പറയുന്നുണ്ട്. ഷജറത്തു സഖൂം, ഖുർആൻ ഉപയോഗിച്ച പേരാണ് ഷജറത്തു സഖൂം. സഖൂം എന്ന് പറയുന്ന ഒരു മരമുണ്ട് നരകത്തിൽ. ത്വആമുൽ അസീം എന്ന് അതിനെ പറ്റി പറഞ്ഞു. പാപികളായ ആളുകളുടെ ഭക്ഷണമായിട്ടാണ് അത് വരിക എന്നാ. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മൾ ആളുകളോടൊന്ന് പറഞ്ഞു നോക്കിയത്, നമ്മളിപ്പോൾ ഇതിൻ്റെ ആൾക്കാരാണല്ലോ, അല്ലാത്തവരോടൊന്ന് പറഞ്ഞു നോക്കി.
നരകത്തിൽ ഒരു മരമുണ്ട്, അതിൻ്റെ പേര് ജർത്തു സഖൂം എന്നാണ്. അത് തിന്നാൽ ഭയങ്കര അപകടമാണ്, പ്രയാസമാണെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരെ നമ്മൾ പരിഹസിക്കും. പരിഹസിക്കുന്ന ഉറപ്പ് അങ്ങാടി പോയെന്ന് പറഞ്ഞാൽ മൈക്കച്ചിങ്ങനെ പ്രസംഗിച്ചാൽ നരകത്തിൽ സഖൂമുണ്ട് കേട്ടോ, എല്ലാവരും വിശ്വസിച്ചോളെന്ന് പറഞ്ഞാൽ ഏതപ്പം നിങ്ങൾ മറ്റുള്ള മാതിരി തന്നെയല്ലേ, നിങ്ങൾ പൊട്ടത്തരാണ് പറയുന്നത് അറിയും. അതിന് കാരണം അത് ഗൈബാണ്, അത് ഗൈബാണ്, അത് ഭൗതികമല്ല. അത് ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണം. ഇനി ഖുർആൻ ബൈത്തുൽ മഅമൂർ, ഖുർആൻ ഉപയോഗിച്ച വാക്ക ബൈത്തുൽ മഅമൂർ. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ ഹദീസുകൾ അതിന് വന്നിട്ടുള്ള വിശദീകരണം, കഅബക്ക്, ഭൂമിയിലുള്ള കഅബക്ക് സമാനമായിട്ട് 7ാം ആകാശത്തുള്ള ഒരു കഅബാലയത്തിന് സമാനമായൊരു വീട്. മലക്കുകൾ ഓരോ സമയം അവിടെ അങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. 70,000 മലക്കുകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ വന്നവർ പിന്നെ വരില്ല, അത്രയധികം മലക്കുകൾ അവിടെ ഇങ്ങനെ തവാഫ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത്. ജനനിബിഡമായ വീട് എന്ന് അർത്ഥം പറയുവാണെങ്കിൽ, ജനസാന്ദ്രമായത് എന്നൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ആ 7ാം ആകാശത്ത് അവിടെ എത്തിയെന്നും ആ എത്തിയ സംഭവത്തിൽ ആ ബൈത്തുൽ മഅമൂറിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചാരിയിരിക്കുന്നത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഭൂമിയിൽ കഅബ പുതുക്കി പണിത ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമി ആ വീട്ടിൽ കുറേ കുട്ടികളും അടുത്തുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, അത് ഒരു സംശയമില്ലാതെ വിശ്വസിക്കും, അതൊക്കെ ഉള്ളതാണ്. അങ്ങനെ റസൂല പറഞ്ഞൊക്കെ നേരാണെന്ന്. അതാണ് ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, അതാണ് ഗൈബിൽ വിശ്വസിക്കുക എന്നാണ്. പിന്നെ അള്ളാഹുവിൻ്റെ അർശ്, നമ്മൾ സിംഹാസനം എന്നർത്ഥം പറയുന്നു, അർശ്, കുർസി, അള്ളാഹുവിൻ്റെ എന്താണ് രാജപീഠം എന്നൊക്കെ നമ്മൾ പറയുന്നു. ഇതിനൊക്കെ മലയാളത്തിൽ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കുർസി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുർസി കസേര കുർസി തന്നെ പറയാം. അള്ളാഹുവിൻ്റെ രാജപീഠം, സിംഹാസനം എന്നൊക്കെ നമ്മൾ പറയും. ഈ പറയുന്നതൊക്കെ ഖുർആനിൽ പറഞ്ഞാൽ ഇത് നമ്മൾ കണ്ടതല്ല, തൊട്ടനുഭവിക്കാൻ പറ്റൂല. ഇതൊക്കെ ഒരാൾ നിഷേധിച്ചാൽ കഴിഞ്ഞു, ഇസ്ലാമെന്ന് പോകും. ഈ പറഞ്ഞതൊക്കെയും നമ്മൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? അതാണ് ഈ 2ാമത്തെ ഭാഗം. ഈ ഈമാൻ ഇല്ലാതെ ഒരാൾക്ക് മൂമിനാകാൻ കഴിയില്ല. ഈമാൻ എന്ന് പറഞ്ഞത് മുഴുവനും ഗൈബിയായ ഒരു ലോകമാണ്. ഇത് ഈ തത്വങ്ങൾ പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതില്ലെങ്കിൽ അബദ്ധത്തിലേക്ക് നമുക്ക് പല രംഗത്തും പോകുന്നുണ്ട്. ഗൈബിയായ ലോകമാണ് ഈമാൻ്റെ ലോകം, മുഴുവനും ഗൈബാണ്. അത് അള്ളാഹു പറഞ്ഞു തന്നത്, റസൂല് പറഞ്ഞു തന്നതൊക്കെ ഗൈബിൽ വിശ്വസിക്കേ പറ്റുള്ളൂ. അള്ളാഹു മാത്രമാണ് ഗൈബ് എന്നുള്ളത് മഹാ അബദ്ധം പിടിച്ചൊരു വാദമാണ്. തൽക്കാലം അങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ, അബദ്ധമാണത്. ഈ ഗൈബ് അള്ളാഹ് പറഞ്ഞു തന്ന കുറേ ഗൈബുണ്ട്. യുഅ്മിനൂന ബിൽ ഗൈബ് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നല്ല, ഒരുപാട് ഗൈബുണ്ട്. ഒരു കാര്യം കൂടി ക്ലിയർ ചെയ്ത് പോട്ടെ. ഈ ഗൈബിൻ്റെ ലോകം നമ്മളെ സംബന്ധിച്ച് മാത്രം അത് ഗൈബാകുന്നുള്ളൂ. അള്ളാഹ്ക്ക് ഇതൊന്നും ഗൈബല്ല. അത് മനസ്സിലാകാത്തതായിരിക്കും ഇതിൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് കാരണം. ഇപ്പൊ നമ്മൾക്ക് പരലോകം ഗൈബാണ്, മലക്കുകളും ജിന്നൊക്കെ ഗൈബാ. അള്ളാഹ്ക്ക് എന്താ? അള്ളാഹ്ക്ക് ഗൈബില്ല. അള്ളാഹ്ക്ക് എല്ലാം ഒരേ മാതിരിയാ. നമുക്കാണതൊക്കെ ആപേക്ഷികമാണെന്നർത്ഥം. അപ്പം മനുഷ്യരുടെ ലോകത്ത് നമ്മൾക്ക് ഇടപാടുകൾ നടത്താം, അതൊരു വൃത്തമാണ്. അതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യൻ, മൃഗങ്ങൾ എന്നൊക്കെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിയിൽ വരുന്നൊക്കെ ഉണ്ടല്ലോ, ആണ് നമ്മളുടെ ലോകം. അതാണ് ഷഹാദത്തിൻ്റെ ലോകം എന്നതിന് പറയാം. ഷഹാദത്ത് പറഞ്ഞാൽ ഭൗതിക ലോകം. ഇപ്പൊ ഖുർആനില് ആലിമുൽ ഗൈബി വശഹാദ, അള്ളാഹുവിനെ പറ്റി പറയുന്നൊരു വാക്കാണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ഹുവർ റഹ്മാനുർ റഹീം ആലിമുൽ ഗൈബി വശഹാദ. അതിന്റെ ബാക്കിയിൽ വരുന്നതാണ്. അള്ളാഹുവിനെ പറ്റി പറയുന്ന വാക്കാണ് ആലിമുൽ ഗൈബി വശഹാദ. അള്ളാഹു ഗൈബും അറിയും ഷഹാദത്തും അറിയുന്ന. നിങ്ങൾ നല്ല ശരിക്കും ആലോചിക്കുക, എന്താണ് പറയണതെന്ന്. അള്ളാഹ്ക്ക് ഗൈബ് അറിയുന്നു, അള്ളാഹ്ക്ക് ഷഹാദത്ത് അറിയുന്ന പറഞ്ഞത്. അള്ളാഹ്ക്ക് എങ്ങനെ കൂട്ടൊരു ഗൈബായ ഒരു സംഗതി ഉണ്ടാവുമോ?
നമുക്കല്ലേ വൈബ് ഉണ്ടാവുള്ളൂ, അള്ളാഹ്ക്ക് വൈബ് ഉണ്ടാവുമോ? ഇല്ല, അള്ളാഹ്ക്ക് വൈബ് എന്ന സംഗതി ഇല്ല. നമുക്കാണ് മറഞ്ഞ കാര്യം എന്നുണ്ടോ, അള്ളാഹ്ക്ക് മറഞ്ഞൊരു കാര്യം ഉണ്ടാവില്ല. ഷഹാദത്ത് ഉണ്ട് അള്ളാഹ്ക്ക്. ഇതൊക്കെ പറയുന്നത് പിന്നെ എന്തിനാ അറിയോ? നമ്മളുടെ ഭാഗത്തു നിന്നോട് പറയണം, മനുഷ്യന്റെ ഭാഗത്തു നിന്ന്. നമ്മൾക്ക് വൈബായ കാര്യവും നമ്മൾക്ക് ഷഹാദത്തായ കാര്യവും അള്ളാഹു അറിയുന്നു എന്നാ. അല്ല അള്ളാഹ്ക്ക് വൈബ് അറിയുന്ന പറഞ്ഞാൽ എന്താർത്ഥം ഉള്ളത്? അള്ളാഹ്ക്ക് വൈബുണ്ടോ? അങ്ങനെ അള്ളാഹുവിനെല്ലാം ഒരുപോലല്ലേ, വൈബു ഷഹാദത്തും ഒരേ മാതിരിയാ. അപ്പൊ അള്ളാഹുവിന് വൈബ് അറിയുന്ന പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹ്ക്ക് വലിയ ഒരറിവ് കിട്ടി എന്നുള്ളവർക്ക് പറയല്ല. നമ്മൾക്ക് വൈബായി നിൽക്കുന്ന കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ച് സാധാരണ അറിവാണ്, അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ വൈബ് എன்ற ഒരു ലോകം ഉണ്ട് തന്നെയാണ് അപ്പോഴും വരുന്നത്. അള്ളാഹ് മാത്രമാണ് വൈബ് എന്ന് പറഞ്ഞാൽ മഹാവിഡിത്താണെന്ന് പിന്നെയും വരികയാണ്. അള്ളാഹ് മാത്രമാണ് വൈബ് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വൈബ് അറിയുന്ന പറഞ്ഞാൽ ഇവനെന്താ അർത്ഥം? അള്ളാഹിനെ അറിയുന്നോ? അപ്പൊ നിങ്ങൾ നോക്ക്, അപ്പൊ അള്ളാഹു രണ്ട് ലോകങ്ങളും ഒരുപോലെ അറിയും എന്ന് പറഞ്ഞ് മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് ലോകങ്ങളുണ്ട്, ആ രണ്ടും അള്ളാഹ്ക്ക് ഒരേമാതിരി അറിയും എന്ന് പറയുകയാണ്. അപ്പൊ ഇതില് ഈ ഷഹാദത്തിന്റെ ലോകമാണ് നമ്മളുടെ വൃത്തം. നല്ല ശ്രദ്ധിക്കുക, ഷഹാദത്തിന്റെ ലോകമാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിയിൽ വരുന്ന, നമ്മളുടെ ബുദ്ധിയോട് കൂടി പരിധിയിൽ വരുന്ന ഒരു ലോകമാണ്. അതിൽ നമുക്ക് ഇടപാടുകൾ നടത്താം, സഹായ സഹകരണങ്ങൾ നടത്താം എന്ന് നോക്കി. ഇനി മലക്കുകളുടെ ലോകമുണ്ട്, അത് വൈബിന്റെ ലോകമാണ്. ആ മലക്കുകളുടെ ലോകത്ത് നമ്മൾ പരസ്പരം സഹായ സഹകരണം നടത്തുന്ന മാതിരി നടത്താൻ കഴിയില്ല. അവർ വൈബിയായ ലോകത്താണ്, നമുക്കറിയില്ല. അവരെ പറ്റി അള്ളാഹു പറഞ്ഞു തന്നത് നമ്മൾ വിശ്വസിക്കുക എന്നല്ലാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ജിന്നുകൾ വേറൊരു സൃഷ്ടികളാണ്, അവർ വൈബിയായ ലോകത്തുള്ളത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിയിൽ വരില്ല, ബുദ്ധിൻ്റെ പരിധിയിൽ വരില്ല. ജിന്നുകളെ പറ്റി അള്ളാഹ് റസൂൽ പറഞ്ഞു തന്നത് നമ്മൾ വിശ്വസിക്കുന്നു, അതിനപ്പുറം നമുക്കൊന്നും പറയാൻ കഴിയില്ല. അവരോട് നമുക്ക് മനുഷ്യനോട് നടത്തുന്ന മാതിരിയുള്ള പരസ്പര സഹായ സഹകരണം നടത്താൻ കഴിയില്ല, മലക്കളോട് നടത്താൻ കഴിയില്ല, ജിന്നുകളോട് നടത്താൻ കഴിയില്ല. ഇപ്പൊ മഴ ഇല്ലാത്തൊരു കാലം, കടുത്ത വേനല, നമ്മളൊക്കെ ഇങ്ങനെ നല്ല പ്രയാസം പറഞ്ഞു. ഈ സമയത്ത് മഴ കിട്ടാൻ വേണ്ടി നമ്മൾ മഴയുടെ കാര്യം ചുമതല ഏൽപ്പിക്കപ്പെട്ട മീകായിൽ എന്ന് പറയുന്ന മലക്ക്, ആ മലക്കിനോട് ഞങ്ങൾക്ക് മഴ തരണേ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാണ്. അതിന് കാരണം എന്താ? നമ്മൾക്ക് മഴ ചോദിക്കാൻ പറ്റുന്ന സാധാരണ സഹായ സഹകരണത്തിൽപ്പെട്ടതല്ല. വാട്ടർ അതോറിറ്റിൻ്റെ അടുക്കൽ പോയിട്ട് നമുക്കൊരു അപേക്ഷ കൊടുക്കുക, വെള്ളം തരണം, ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ കണക്ഷൻ തരണം എന്ന്. അതിന് ശിർക്കില്ല. കാരണം എന്താ? ഇവിടുത്തെ വാട്ടർ അതോറിറ്റി നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളുടെയും ഒക്കെ പരിധിയിൽ നമ്മുടെ ആ വൃത്തത്തിൽ വരുന്നതാണ്, പഞ്ചേന്ദ്രിയങ്ങളുടെയും ബുദ്ധിയുടെയും. മലക്ക് അങ്ങനെയല്ല. മലക്ക് നമ്മൾക്കൊരു ഒരു ആശയവിനിമയം പരസ്പരം നടത്താവുന്ന ലോകത്തല്ല, വൈബാണ്. വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് അവിടെ ഇടപാട് നടത്താൻ കഴിയും. ജിന്നുവർഗവും അതേപോലെ നമ്മൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് വരുന്ന ബുദ്ധിയുടെയും പരിധിയിൽ വരുന്നതല്ല, അതിൻ്റെ അപ്പുറമുള്ള ലോകത്തുള്ളതാണ്. അവരിട്ട് നമുക്ക് അങ്ങനെ ഇടപാട് നടത്താൻ കഴിയില്ല. അവരോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ വൈബിയായ ചോദ്യമാണ്. ആ വൈബിയായ ചോദ്യമാണ് അത്. അപ്പോൾ ഇതൊക്കെ പറയുന്നത്, ഈ വൈബിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അള്ളാഹു എന്താണോ പറഞ്ഞു തരുന്നത്, റസൂൽ എന്താണോ പറഞ്ഞു തരുന്നത്, അതങ്ങനെ തന്നെ വിശ്വസിക്കലാണ്. ആ വിശ്വാസത്തിന്റെ ഒരു ഭാഗം കൂടി പറയേണ്ടതുണ്ട്. ഇപ്പൊ വൈബിൽ നമ്മൾ പറഞ്ഞു വിശ്വസിക്കണം, അപ്പോഴാണ് ഈമാൻ ശരിയാകുന്നത്. അതാണ് ഈമാൻ, വൈബിലുള്ള വിശ്വാസമാണ് ഈമാൻ എന്ന് പറഞ്ഞത്. ഇനി നമ്മളുടെ ഇടയിൽ കുറെ വിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചർച്ച വന്നിരുന്നു ഒരു 5-6 മാസം മുമ്പ്, മിത്തും ഇതും റിയാലിറ്റിയും. ഓർമ്മയുണ്ടോ ആ ചർച്ച വന്നത്? ഹൈന്ദവരുടെ മിത്തുകളെ പറ്റി പറഞ്ഞ കുറെ കാര്യങ്ങൾ, അതൊന്നും റിയൽ അല്ല, അടിസ്ഥാനപരമായി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ RSS ചിന്താഗതിക്കാർ പ്രചരിപ്പിക്കുന്ന അവരുടെ ആളുകളൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായിരിക്കും അങ്ങനെ കുറേ വിശ്വാസങ്ങൾ അവരിങ്ങനെ പറഞ്ഞിരുന്നു. ആ വിശ്വാസമൊക്കെ തെറ്റാന്ന് നമ്മൾ പറയുന്നു, അവർ ശരിയാന്ന് പറയുന്നു. എങ്ങനെ ഇതൊന്ന് വേർതിരിക്കുക? എങ്ങനെയാണ് ഇത് വേർതിരിക്കുക? ഇപ്പോ നമ്മൾ കുറെ മലക്കുകളെ വിശ്വസിക്കുന്നു, ജിന്നുകളെ വിശ്വസിക്കുന്നു, സ്വർഗ നരകങ്ങളെ അനുഭവങ്ങളൊക്കെ വിശ്വസിക്കുന്നു ഉണ്ട് എന്ന് പറഞ്ഞു. അത് പറയാം ഒക്കെ പൊട്ടത്തരാന്ന് വേറൊരാൾക്ക് പറയാം, അന്ധവിശ്വാസം എന്ന് പറയും. ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. എന്തെല്ലാം വിശ്വാസം അറിയങ്ങൾ? കേരളം ഉണ്ടായത് മറ്റേയാൾ മഴ എറിഞ്ഞാണെന്നൊരു വിശ്വാസമാണ്.
അവരുടെ ദൈവങ്ങളെ പറ്റിയുള്ള പല വിശ്വാസങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ പറയാൻ തന്നെ പറ്റില്ല. ആ ജാതി വിശ്വാസങ്ങളൊക്കെ അവർ കൊണ്ടുനടക്കുന്നത് അതൊക്കെ തെറ്റാന്ന് നമ്മൾ പറയുന്നു. എന്താ ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം? നമ്മളത് ശരി, ഓലത് തെറ്റുമല്ല, അങ്ങനെ രണ്ടും വിശ്വാസം തന്നെ. എങ്ങനെ അത് വേർതിരിക്കും? ഇതൊരു അടിസ്ഥാന വിഷയമാണ്. എങ്ങനെ വേർതിരിക്കും ഇത് ശരി അത് തെറ്റെന്ന്? അപ്പം അതിൻ്റെ പ്രശ്നം എന്താ നിങ്ങൾ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ അഭൗതികമായ പഞ്ചേന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും ഒക്കെ അപ്പുറമുള്ള ഈ ലോകത്തെ പറ്റി അറിയുന്ന ഒരാളേ ഉള്ളൂ, ഒരൊറ്റ ആളേ ഉള്ളൂ. അത് അള്ളാഹുവാണ്. ആലിമുൽ ഗൈബി വശഹാദ. ആ അള്ളാഹു അറിയിച്ചു തരുന്നത് മാത്രമേ ആ വിഷയത്തിൽ ശരി ഉണ്ടാവുള്ളൂ, സത്യം ഉണ്ടാവുള്ളൂ. നല്ല ശ്രദ്ധിക്കുക. അഭൗതിക ലോകത്തെപ്പറ്റി, ഗൈബിയായ ലോകത്തെപ്പറ്റി അതിൻ്റെ ഉടമസ്ഥനും അതറിയുന്നവനും അള്ളാഹു മാത്രമാണ്. വേറെ ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല. ആർക്കൊക്കെ അറിയില്ല? അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത മുഖറബുകളായ മലക്കുകൾക്കറിയില്ല, നബിമാർക്കറിയില്ല, ജിന്നുകൾക്കറിയില്ല. ആർക്കും ഒരു തരിമ്പും ആ ഗൈബിയായ ലോകത്തെ പറ്റി അറിയില്ല. ആകെ അറിയുന്നവൻ അള്ളാഹു മാത്രം. ഇനി നമുക്ക് എങ്ങനെ അറിവ് കിട്ടുന്നത്? ആ അള്ളാഹു മലക്കുകൾ മുഖേന റസൂൽമാർക്ക് അറിയിച്ചു കൊടുക്കും. ആ റസൂൽമാർ ഉദാഹരണമായിട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അറിയിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്കത് പറഞ്ഞു തരും. അപ്പോൾ നമ്മളതാണ് സമ്മതിക്കുന്നു, വിശ്വസിക്കുന്നു. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ശരി തെറ്റ് തീരുമാനിക്കൽ എങ്ങനെ അറിയോ? അള്ളാഹു പറഞ്ഞോളൂ നോക്കലാണ്. അള്ളാഹ് പറഞ്ഞ വിശ്വാസമൊക്കെ ശരിയാണ്, അള്ളാഹ് പറഞ്ഞു തരാത്ത വിശ്വാസമൊക്കെ തെറ്റാണ്. അതാണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞത്. അന്ധവിശ്വാസം എന്നുള്ളത് പോലും അല്ല പറയേണ്ടത്, മൂഢവിശ്വാസം എന്നാണ്. വിശ്വാസമൊക്കെ അന്ധമാണ്. എല്ലാ വിശ്വാസവും അന്ധമായിട്ട് വിശ്വസിക്കുക. നമ്മളെ വിശ്വാസമൊക്കെ അന്ധമാണ്. എങ്ങനെ? കണ്ണടച്ചാണ് വിശ്വസിക്കുക. അങ്ങനെയാണ് അന്ധമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ. അതെന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ വിശ്വസിക്കുന്നത്? അള്ളാഹ് പറഞ്ഞാണ്, നമുക്കറിയില്ല, അള്ളാഹാണ് പറയുന്നത്. അപ്പോൾ ഉള്ളത് തന്നെ. എന്നാ ആ വിശ്വാസം അല്ലാത്തവർ പറഞ്ഞാലോ അബദ്ധമാണ്. അതിനാണ് മൂഢവിശ്വാസം എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണങ്ങൾ 3 വിഭാഗം ആളുകൾ റസൂൽ പറഞ്ഞിട്ടുണ്ട്. കാഹിന്, അറാഫ്, മുനജ്ജിം. 3 വിഭാഗം ആളുകളുണ്ട്. കാഹി എന്ന് പറഞ്ഞാൽ നിനക്ക് നമ്മൾ പറയുന്നതൊക്കെ ജ്യോത്സ്യന്മാരെന്ന് ഒറ്റ വാക്ക് പറയും. ഒന്ന് ജ്യോത്സ്യൻ, ഒന്ന് കണക്ക് നോക്കുന്നവൻ, ഒന്ന് നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയൊക്കെ നിരീക്ഷിച്ച് പറയുന്ന ആള്, ജ്യോതിഷത്തിൻ്റെ ആൾക്കാർ. 3 വിഭാഗം ആളുകൾ. ഈ 3 വിഭാഗം ആളുകളെ പറ്റി റസൂൽ പറഞ്ഞു, മൻ അതാ അറാഫൻ ഔ കാഹിനൻ വഫി റിവായ ഔ മുനജ്ജിമൻ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു കാഹിനെയോ ഒരു അറാഫിനെയോ ഒരു മുനജ്ജിമിനെയോ സമീപിച്ചുകൊണ്ട് അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതിൽ അയാൾ അവിശ്വസിച്ചിരിക്കുന്നു. അഥവാ ഖുർആനിൽ അവിശ്വസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നബിയിലൂടെ കിട്ടിയ സന്ദേശത്തിൽ അവിശ്വസിച്ചിരിക്കുന്നു. എന്താ അത് പറയാൻ കാരണം എന്ന് അറിയുന്നത്? ഈ 3 ആൾക്കുള്ള പണി എന്താ അറിയോ? ഇത് നബിൻ്റെ കാലത്തുള്ള പേരാണ്. അതേ പേരിൽ ഇന്നും അറബ് ലോകത്തുണ്ടാവാം, ഇവിടെ നമ്മുടെ നാട്ടിൽ വേറെ പേരൊക്കെ ഉണ്ടാവും, മലയാള പേരുണ്ടാവും. എന്തായ ആൾക്കാർക്കുള്ള പണി? ഇതിലൊന്ന് അറാഫ് കാഹിന. അതിൽ അറാഫ് ഭാവി കാര്യങ്ങൾ പറയുന്ന ആളാണ് അറാഫ്. കാഹിൻ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പറയും, ഒക്കെ വരാം. രണ്ടാൾക്ക് 2 ജോലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടുപിടിച്ച് തരുന്ന ആള്. മുനജ്ജിം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും ഒക്കെ ചലനങ്ങൾ നിരീക്ഷിച്ച്, ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഇതിനാണ്. അവരെന്ത് ചെയ്യും? നമ്മളുടെ ഭാവി പറയും. നമ്മളെ ജാതകം എഴുതുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടോന്ന് അറിയില്ല, എടുത്തു പോയിട്ടുണ്ട് കുറേയൊക്കെ. മുസ്ലിങ്ങൾ ചെയ്തിരുന്നു ഒക്കെ. ഹൈന്ദവരുടെ ഇടയിൽ ജാതകം എഴുതും. ജാതകം എഴുതുന്നത് എങ്ങനെ? ജാതകം എന്ന് പറഞ്ഞാൽ ജനിച്ചത് എഴുതുകയെന്നാ. അവരെന്താ ചെയ്യുന്നത്? ജനിച്ച സമയം, അതിൻ്റെ നാഴികയും വിനാഴികയും ഒക്കെ കണക്ക് കൂട്ടി കൃത്യം എഴുതി വെച്ചിട്ട് ഇത്തരം ആളുകളെ സമീപിക്കും. അവിടെ പോയി പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരിങ്ങനെ കള്ളിയും കളമൊക്കെ വരച്ച് കുറേ ചിത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചിങ്ങനെ ഒരു കണക്കുണ്ട്. എന്നിട്ട് ഈ ആളുടെ ആയുസ് ഇത്ര മാസമാണ്, 80 വർഷം ജീവിക്കും,
75 വർഷം ജീവിക്കും, 91 വർഷം ജീവിക്കും എന്നൊക്കെ, വർഷമല്ല അതെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. ഇങ്ങോട്ട് അയാളുടെ ഭാവി പറയും, ഓരോന്ന് പറയും. ഒക്കെ ജാതകം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ അടിസ്ഥാനമാക്കുന്ന എന്താ അറിയോ? നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ്. ചില നക്ഷത്രങ്ങളുടെ ഓരോ നക്ഷത്രങ്ങൾക്ക് ഇവരിങ്ങനെ ലക്ഷണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ചില നക്ഷത്രങ്ങളിലും ജനിച്ച വിവാഹം നടക്കില്ല എന്നാണ് ഹിന്ദുക്കളുടെ ഇടയിൽ. എന്തായിരുന്നു ആ നക്ഷത്രത്തിന്റെ പേര് എനിക്ക് ഓർമ്മല്ല. മറ്റേ രാശിയിൽ ജനിച്ചാന്ന് പറയലുണ്ടല്ലോ, അതിൽ ജനിച്ചാൽ വിവാഹം ഉണ്ടാവില്ല, കൊണ്ടു നടക്കും, അങ്ങനെ കല്യാണം കഴിക്കാതെ. ഒരുപാട് നക്ഷത്രം. ആയില്യം നാള്, അത് നല്ല നാളാണ്. പിന്നെ നക്ഷത്രം എല്ലാം ശുഭമായി നിൽക്കുന്നതാണ്. എൻ്റെ മൊയിന്ന നക്ഷത്രത്തിൽ ജനിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കും. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും ചലനങ്ങളൊക്കെ നിരീക്ഷിച്ച് അതിനെ കാണും പെണ്ണുമായി തിരിച്ച് നപുംസകങ്ങളായി തിരിച്ച് അവർക്ക് ജോലികൾ നിശ്ചയിച്ചു കൊടുത്ത് അതൊക്കെ ദുനിയാവിലുള്ള മനുഷ്യന്മാരുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി രാശിയൊക്കെ നോക്കി കൃത്യം നോക്കിയിട്ട് പറയുക. ഈ പറയുന്ന സംഗതി ഒരാൾ വിശ്വസിച്ചാൽ, വെറുതെ പറയാൻ ഇതൊന്നും അല്ല, വെറുതെ പറയുന്ന ഇതിൽ വിശ്വസിച്ചാൽ അള്ളാഹിന്റെ റസൂലിനെ ഇറക്കിയതിൽ ആ വിശ്വസിച്ചു എന്നാ. അപ്പൊ ഇതൊക്കെ സംഭവം എന്താ പറയുക, ഈ 3 വിഭാഗം ആളുകളും വിശ്വാസം വൈബിയായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയുന്നത് അതൊക്കെ തെറ്റാണെന്ന്. എന്താ തെറ്റാൻ കാരണം? ഇവർക്ക് ആർക്കും വൈബ് അറിയില്ല എന്നുള്ള, ഇവർക്ക് ആർക്കും വൈബ് അറിയില്ല. അതുകൊണ്ട് നമ്മൾ കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് ബിക്കർ എങ്ങനെ അവിശ്വസിച്ചു പറഞ്ഞല്ലോ. ഇവർക്ക് ആർക്കും വൈബ് അറിയില്ല, ആർക്കും വൈബ് അറിയില്ല. പിന്നെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ നരകത്തിൽ മരമുണ്ട്, ബൈത്തുൽ മഅമൂറുണ്ട് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇന്തഹ ജന്നത്തുൽ മഅ്വ, അതിൻ്റെ അടുത്താണ് സ്വർഗം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഖുർആനിലുണ്ട്. നിങ്ങൾ എന്തിനാ വിശ്വസിക്കുന്നത്? അതൊക്കെ ശരിയാണ്. എന്തുകൊണ്ട്? അത് അറിയുന്ന അള്ളാഹു പറഞ്ഞതുകൊണ്ട്. മറ്റതോ വൈബിന്റെ തരിമ്പ് അറിയാത്ത ആൾക്കാർ വെറുതെ ഊഹം ഇങ്ങനെ അടിച്ചു വിടുകയാണ്. അതുകൊണ്ട് അബദ്ധമാണ്. വിശ്വസിച്ചാൽ ഇതിനെതിരുള്ള വിശ്വാസമാണ്, ഇസ്ലാമിൽ നിന്നാണ് പുറത്തു പോകുന്നത്. ഇതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. വിശ്വാസം ഇവിടെ ലോകത്ത് ഒരു കണക്കില്ലാതെ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. എന്തും വിശ്വസിക്കാം. കാരണം ഭൗതികമല്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ, എന്തും വിശ്വസിക്കാം. അതിലെ ശരി തെറ്റ് തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം ശരിയായ വിശ്വാസം തെറ്റായ വിശ്വാസം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അടിസ്ഥാനമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. വിശ്വാസത്തിൽ ശരി അള്ളാഹു പറയുന്നത് മാത്രം. അത് റസൂൽമാരെ മുഖേന നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വാസം അന്ധമാകുന്നതും മൂഢമാകുന്നതും അബദ്ധമാകുന്നതും ഒക്കെ അള്ളാഹു റസൂലും പറഞ്ഞുതരാത്ത വിശ്വാസം അവർ വെച്ചു പുലർത്തുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ വിശ്വാസത്തിലൊന്ന് ഈ ചൊറുക്കുള്ളതും ചൊറുക്കില്ലാത്തതൊന്നും പറയാൻ കഴിയില്ല. ഒക്കെ ഒരേ വിശ്വാസം തന്നെ. പക്ഷെ നല്ല ശരിയും തെറ്റിൻ്റെ ഇരിക്കൽ അങ്ങനെയാണ്. ഇതിൻ്റെ അടിസ്ഥാനം ഖുർആനിൽ വന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ വൈബിനെ സംബന്ധിച്ച്, വൈബിയായ വിശ്വാസത്തെ പറ്റി 3 അടിത്തറകളിലാണ് നിൽക്കുന്നത്. 3 അടിത്തറകളിൽ ഒന്ന്, ഈ വൈബ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ളതാണ്. നല്ല ശ്രദ്ധിക്കാതെ, വൈബിന്റെ ലോകം പൂർണ്ണമായും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ, വേറെ ആർക്കും അതിലൊന്നും കഴിയില്ല. 2, വൈബ് അള്ളാഹു അല്ലാത്ത ആർക്കും അറിയില്ല. രണ്ടായിട്ട് ഞാൻ പറയുന്നത് ഒന്നല്ല. ഒന്ന്, വൈബിന്റെ ലോകം പൂർണ്ണമായും അള്ളാഹുവിന്റെ കയ്യിലാണ്. 2, വൈബിയായ അറിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, അതിനെപ്പറ്റി അറിയലും അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. 3, അള്ളാഹ് അറിയിച്ചെന്ന വൈബ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, വേറൊരു വൈബ് നമുക്ക് കിട്ടൂല. വലില്ലാഹി വൈബുസ് സമാവാതി വൽ അർള് വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു ഫഅബ്ദുഹു വതവക്കൽ അലൈഹി വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. എന്തായി പറയുന്നു നോക്കുക. വലില്ലാഹി വൈബുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും വൈബ് അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു അറിയുന്നല്ല പറഞ്ഞ്, അള്ളാഹുവിന്റെ അടുക്കലാണെന്ന്. ആകാശഭൂമികളുടെ വൈബൊക്കെ അള്ളാഹിന്റെ അടുക്കലാണ്. അപ്പൊ വൈബുണ്ട് ആകാശങ്ങളിലും ഭൂമികളിലൊക്കെ. ഈ വൈബിന്റെ ലോകം പറയൽ എങ്ങനെയാണ് നിങ്ങൾ? ഷഹാദത്തിന്റെ ലോകം, ഭൗതിക പ്രപഞ്ചത്തിന്റെ ലോകം വളരെ കുറച്ചേ ഉള്ളൂ. വൈബിന്റെ ലോകം കണക്കറ്റതാ. കണക്കറ്റുകാരനെ ഒരു കയ്യും കണക്കൂല, അത്ര വൈബുണ്ട്. അതിൽ കുറച്ചൊക്കെ നമുക്ക് അള്ളാഹ് അറിയിച്ചതിനെ നമ്മൾ അറിയും.
അത്രയാണ് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ. നിങ്ങൾ നോക്ക്, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളുടെയും ബുദ്ധിൻ്റെ അടിയിൽ വരുന്ന അറിവത്തിലുള്ളവർ വളരെ അതല്ലാത്തൊരു പ്രപഞ്ചം ഇവിടെ ഉണ്ട്, അതിവിപുലമായൊരു പ്രപഞ്ചം. നമുക്കത് അറിയില്ല. അത് അള്ളാഹ് അറിയിച്ചു തരുമ്പോൾ നമുക്ക് അതിലുള്ള അറിയും. അതിലാണ് സ്വർഗ്ഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ പറഞ്ഞ പെട്ടാണ് അതൊക്കെ നമുക്ക് അറിയിച്ചു തരും. ഒരു ഉദാഹരണം ഇതിൽ പറയാവുന്നത്, മൂസാ നബി അലൈഹി ഇസ്ലാമിയും ഖിളിർ നബിയും കൂടി നടത്തിയൊരു യാത്ര സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. ആ യാത്രയിൽ ഹദീസിൽ വന്ന വിശദീകരണമുണ്ട്. അതിൽ രണ്ടുപേരും കൂടി ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പശ്ചാത്തലമുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം ഇസ്രായേലിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിന്നൊരു ചോദ്യം, ഏറ്റവും കൂടുതൽ അറിവുള്ള ആർക്കാന്ന് വെച്ചാൽ മൂസാ നബി പറഞ്ഞു, അവിടെ ഇപ്പം മൂസാ നബിക്കാണുള്ള അറിവ്, നബിയല്ലേ, അത് എനിക്ക് തന്നെയാണ് കാരണം. അത് പറയാൻ പാടില്ല. അള്ളാഹു ആയാലും അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളതെന്ന് പറയണല്ലോ. മൂസാ നബി ആ സദസ്സിൽ ഇപ്പം കൂടുതൽ അറിവ് തനിക്ക് തന്നെയാണ്, അത് നബിയല്ലേ എന്നെനിക്ക് പറഞ്ഞാണ്. അപ്പം അള്ളാഹ് മൂസാ നബിയോട് പറഞ്ഞു, നിന്നേക്കാൾ അറിവുള്ളവർ ഇവിടെ തന്നെ ഉണ്ട് കാരണം. അങ്ങനെയാണ് ഖദിറിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്. ഒരു സംഭവമാണ്. അങ്ങനെ രണ്ടുപേരും യാത്ര ചെയ്യുന്ന യാത്രയിൽ ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന രണ്ടുപേരും കൂടി കപ്പലിൽ ഇങ്ങനെ കടലിൽ കൂടെ പോകുമ്പോൾ ആ കപ്പലിൻ്റെ തെമ്പിൽ തുഞ്ചത്ത് വന്നിരുന്നിട്ട് ഒരു പക്ഷി, ഒരു ചെറിയ കുരുവി വന്നിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഖദിർ നബി മൂസാ നബി കാണിച്ചത് കണ്ടു. ആ പക്ഷി, ആ കുരുവി ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ ചുണ്ടുമ്മൽ വരുന്ന വെള്ളത്തുള്ളികൾ കണ്ടില്ലേ? അതെ, ആ വെള്ളത്തുള്ളികളാണ് ഈ ലോകത്ത് എല്ലാവർക്കും കൂടി ഓഹരി വെച്ച് കൊടുത്ത അറിവ്. ആ വെള്ളത്തുള്ളി, ആ സമുദ്രത്തിൽ കാണുന്ന വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കറിയാതെ അള്ളാൻ്റെ അടുത്ത് നിൽക്കുന്നതാണെന്ന് മൂസാ നബിയെ പഠിപ്പിക്കാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അറിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കുരുവിൻ്റെ ചുണ്ടിൽ വന്നതാണ് ലോകത്തെല്ലാവർക്കും കൂടി കിട്ടിയത്. ബാക്കിയുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലാണ്, ആ സമുദ്രത്തിൽ കിടക്കണമൊക്കെ. അതിപ്പോൾ എത്ര, ഇപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ആ കുരുവിൻ്റെ ചുണ്ടുമ്പോൾ കിട്ടേണ്ട അംശങ്ങൾ നമുക്കല്ല ഈ ലോകത്തെല്ലാവർക്കും കൂടിയും ജിന്നിനും മനുഷ്യനും എല്ലാവർക്കും കൂടി ഒരു വെച്ച് കൊടുത്തിട്ടുള്ളത് അള്ളാഹ്. അതിൻ്റെ ചെറിയ തരിമ്പ് കിട്ടിയപ്പോഴാണ് ഈ വിവരം ഇട്ടിങ്ങനെ നടക്കുന്നത്. ബാക്കി അള്ളാഹിൻ്റെ അടുക്കലാണ്. അതാണ് ഗൈബിൻ്റെ ലോകം, അതിവിപുലമായൊരു ലോകം. അത് മുഴുവനും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കറിയില്ല. അതിൽ അള്ളാഹ് റസൂൽമാർ മുഖേന നമുക്ക് വല്ലതും അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അതാണ് ഒന്ന് ഗൈബിൻ്റെ അടിസ്ഥാനം. രണ്ടാമത്തത് ആ അള്ളാഹുവിൻ്റെ അടുക്കലാണെന്നുള്ളതിന് പുറമെ ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. സൂറത്തുൽ നംലിലെ ആയത്താണ്. നബി നീ പറഞ്ഞു കൊടുക്കുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരു ഗൈബും അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല എന്ന് വിശ്വസിക്കുക. ഇതാണ് ആകാശങ്ങളിലും ഭൂമിയിലുള്ള ഗൈബ് അല്ലാത്ത ആർക്കറിയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു, മലക്കുകൾക്ക് അറിയില്ല, ജിന്നുകൾക്ക് അറിയില്ല, ഇനി വേറെ വല്ല സൃഷ്ടികളുണ്ട്, അവർക്ക് ആർക്കും അറിയില്ല. അള്ളാഹുവിൻ്റെ അടുക്കലാണ് എല്ലാ ഗൈബും അള്ളാഹുവിനെ അറിയുള്ളൂ. ഇപ്പൊ മഴ പെയ്യിക്കാൻ ചുമതലപ്പെടുത്തിയ മലക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു, മീകായിൽ ഹദീസിലുണ്ട്. മഴ പെയ്യാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട്, അത് ചുമതലപ്പെടുത്തപ്പെട്ട മലക്കാണ്. ആ മലക്കിനെ അറിയോ എവിടെയൊക്കെ മഴ പെയ്യിക്കാൻ? അറിയില്ല. അത് അള്ളാഹുവിന്റെ ഓർഡർ വരുമ്പോൾ മഴ പെയ്യിക്കാനല്ലാതെ എവിടൊക്കെ എത്രയൊക്കെ മഴ എന്ന് മലക്കിന്റെ അറിവിൽപ്പെട്ടതല്ല, അള്ളാഹുവിന്റെ ഗൈബായ അറിവാണ്. അതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ അള്ളാഹുവിനല്ലാതെ ഗൈബിയായ ഒരു കാര്യവും അറിയില്ല എന്ന് നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണ്. ഇനി മൂന്നാമത്തെ ഭാഗം, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതളാ മിർ റസൂലിൻ. സൂറത്തുൽ ജിന്നിലെ ആയത്ത് 26-27 ആയത്ത്. ആലിമുൽ, ശ്രദ്ധിക്കുന്നത്, ആലിമുൽ ഗൈബ്, അള്ളാഹു ഗൈബ് അറിയുന്നവനാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, അള്ളാഹുവിന്റെ ഗൈബ് ആർക്കും അള്ളാഹ് അറിയിച്ചു കൊടുക്കൂല. ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ, അള്ളാഹു ഇഷ്ടപ്പെട്ട റസൂൽമാർക്കല്ലാതെ അള്ളാഹുവിന്റെ ഗൈബ് അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുക്കില്ല. ക്ലിയർ ആണ്. ഇപ്പൊ 3 കാര്യം പറഞ്ഞു. ഒന്ന്, ഗൈബിന്റെ ആധിപത്യം മുഴുവനും ദുർവ്യാഖ്യാനിക്കുന്ന രൂപ. ആലിമുൽ ഗൈബി, അള്ളാഹു ഗൈബ് അറിയുന്നവനാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, അള്ളാഹു അവന്റെ ഗൈബ് ആർക്കും അറിയിച്ചു കൊടുക്കില്ല. ക്ലിയർ ആണ്.
ഇല്ലാമൻ ഇർത്തലാമിർ റസൂൽ, അവൻ ഇഷ്ടപ്പെട്ട റസൂൽമാർക്കൊഴികെ. വളരെ വ്യക്തമാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെട്ട റസൂൽമാർക്കല്ലാതെ അറിയിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇനി ഇതെങ്ങനെ അള്ളാഹുക്ക് അറിയിക്കുന്ന ഔലിയാക്കന്മാർക്ക് അറിയുന്ന ആക്കലെങ്ങനെ? അത് ആലിമുൽ ഗൈബ്, അർത്ഥം ഞാൻ ഉണ്ടാവും പറയണം. ആലിമുൽ ഗൈബ് ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അള്ളാഹു ആണ് ഗൈബ് അറിയുന്നവൻ, അവന്റെ ഗൈബ് അവൻ ആർക്കും അറിയിച്ചു കൊടുക്കില്ല. ഇല്ലാ മൻ ഇർത്തലാമിർ റസൂൽ, അവൻ ഇഷ്ടപ്പെട്ട റസൂൽമാർക്കല്ലാതെ. ആ ആയത്തിന്റെ ആ റസൂൽ എന്ന ഭാഗം ഒഴിവാക്കും, മിൻ റസൂൽ എന്നുള്ളത്. നിങ്ങളപ്പം എന്തായി അർത്ഥം? ഇല്ലാ മൻ ഇർത്തല, അള്ളാഹ് ഇഷ്ടപ്പെട്ട ഔലിയാക്കന്മാർക്കല്ലാതെ. നമുക്ക് ആയത്താണ് ഈ ദുർവ്യാഖ്യാനിക്കുന്നത്. പച്ചയിൽ നമ്മൾ കത്തിയൊക്കാല് നേർക്ക് നേരെ മുറിച്ചാണ് മാറ്റാം. ഇല്ലാമൻ ഇർത്തല മിർ റസൂൽ എന്നുള്ള റസൂലാണ്ട് ഒഴിവാക്കും. ഇല്ലാമൻ ഇർത്തല, അള്ളാഹ് തൃപ്തിപ്പെട്ട ബ്രാക്കറ്റിൽ ഔലിയാക്കന്മാർക്കല്ലാതെ അള്ളാഹ് അറിയിച്ചു കൊടുക്കണ ഗൈബ് അറിയില്ല. അപ്പൊ ഔലിയാക്കന്മാർക്ക് ഗൈബ് അറിയും. അതിനായത്ത് പാഠബുക്കിൽ മദ്രസയിൽ കുട്ടികൾ പഠിപ്പിക്കുന്നതാണ് 5ാം ക്ലാസ്സിലെ. ഇപ്പൊ മാറ്റിയോണ്ടല്ല, മാറ്റാൻ സാധ്യത അല്ല. മാറ്റിയ അവരുടെ അടിസ്ഥാനം പൊടിയില്ലേ ഗൈബിനെ പറ്റി. അപ്പൊ അത് അള്ളാഹു അല്ലാത്ത ആർക്കും ഗൈബ് അറിയില്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ട റസൂൽമാർക്ക് അറിയിച്ചു കൊടുത്താൽ അതറിയും. ഇതാണ് വിശ്വാസം. ഞാനത് അവസാനിപ്പിക്കാൻ സൂചിപ്പിക്കുന്നത്, ഈമാൻ എന്ന് പറയുന്നത് ഗൈബിയായ ഒരു കാര്യമാണ്. അതങ്ങനെ തന്നെ കണ്ണടച്ച് നമ്മൾ പറയുന്ന അന്ധമായി വിശ്വസിക്കണം. പക്ഷെ ഏതേ വിശ്വസിക്കാവൂ? അള്ളാഹു അറിയിച്ചു തന്നത് മാത്രം, റസൂൽമാർ മുഖേന. അല്ലാത്ത ഗൈബ് ആര് പറഞ്ഞാലും വിശ്വസിക്കൂല. അതാണ് നമ്മൾക്ക് കണിശത ഉള്ളത്. ഔലിയാക്കന്മാർക്ക് ഗൈബ് അറിയില്ല, നബിമാർക്ക് അറിയില്ല, മലക്കുകൾക്ക് അറിയില്ല. ഈ കാഹിനും അറാഫും മുനജ്ജിമും ജ്യോത്സ്യന്മാർക്കും പണിക്കന്മാർക്കും കണക്ക് നോക്കുന്നവർക്കും ജ്യോതിഷികൾക്കാർക്കും ഗൈബ് അറിയില്ല. ഉറച്ച വിശ്വാസമാണ്. അത് വിശ്വസിച്ച ഇസ്ലാം എന്നാണ് പോകും. ഈ ഗൈബാണ്. ഈ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാണ് അവസാനിപ്പിക്കാം. ഗൈബിന്റെ വിശ്വാസത്തിന്റെ ശക്തി എങ്ങനെയാണ്? റസൂല് ഖുർആൻ പറഞ്ഞാണ് ഇസ്രാ മിഅ്റാജ് എന്ന സംഭവം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദി ബാറക്നാ ഹൗലഹു. സൂറത്തുൽ ഇസ്രായിൽ ആദ്യത്തെ ആയത്ത്. ആശയം, ഒരു രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഇപ്പോഴത്തെ ഷാം സിറിയ, ബൈത്തുൽ മുഖദ്ദസ് ഖുദ്സ് എല്ലാവർക്കും അറിയാലോ, അവിടേക്ക് കൊണ്ടുപോയി. മിഅ്റാജ് സൂറത്ത് നജ്മിൽ സൂചിപ്പിച്ച് പറയുന്നുണ്ട്, ഹദീസിൽ വിശദമായിട്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് 7 ആകാശവും കടത്തി തിരിച്ചു വന്നു റസൂല്. ബൈത്തുൽ മുഖദ്ദസിൽ പഴയ നബിമാർക്ക് ഇമാമായി നമസ്കരിച്ചു. ഓരോ ആകാശവും 7 ആകാശവും കടന്നു പോകുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ നബിമാരെ കണ്ടു, സംഭാഷണം നടത്തി. മുഹമ്മദ് നബിയാണ്, ജിബ്രീലിന്റെ അകമ്പടിയോട് കൂടിയാണ് പോകുന്നത്. വിശദമായിട്ട് വന്നിട്ടുണ്ട്. 7ാം ആകാശത്ത് കണ്ടു ഒക്കെ പറയുന്നുണ്ട്. സിദ്റത്തുൽ മുൻതഹ വരെ പോയി എന്നൊക്കെ പോയി. അങ്ങേ അറ്റത്തുള്ള ഇലന്തമരം എന്നോ അല്ലെങ്കിൽ ദേവദാരു വൃക്ഷം എന്നൊക്കെ അർത്ഥം പറയുന്ന ദേവദാരുവാണ്, ദൈവത്തിന്റെ മരം എന്നൊക്കെ പറയുന്ന. അങ്ങനെ പോയി അവിടേക്ക് എത്തിയതാ. അങ്ങ് തിരിച്ചു വന്ന് റസൂലുള്ള ഒരു രാത്രിന്റെ ചെറിയൊരു സമയം കൊണ്ട് വീട്ടിലെത്തി. മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് ഹാനിന്റെ അടുത്തെത്തി. അവിടെ എത്തി ഈ സംഭവം പറഞ്ഞു റസൂല്. മുഹാനി പറഞ്ഞു, നബിയെ നിങ്ങളിത് ജനങ്ങളോട് പറയരുത് പറഞ്ഞു. അതെന്താ വെച്ച് ജനങ്ങൾ വിശ്വസിക്കൂല. നമുക്ക് അന്ന് തന്നെയാണ്, അതാണ് മനുഷ്യന്മാർ. ഇതൊക്കെ കൂടി ഞാൻ ഇപ്പോൾ രാത്രിയോട് ഇതൊക്കെ പോയി വന്നു പറഞ്ഞാൽ ജനങ്ങൾ സമ്മതിക്കൂല. നബി പറഞ്ഞു, ഞാനത് പറയുന്നതാണ്. അത് പറയാക്കാൻ എങ്ങനെ പറയാം? നബിന്റെ സത്യസന്ധമായിട്ട് നബിക്കുണ്ടായ ഒരു അനുഭവമല്ലേ, സ്വപ്നമല്ല. ഒരു രാത്രിയോട് ഈ സ്ഥലത്തൊക്കെ പോയി വന്ന് ഈ ആകാശലോകം കാണിച്ചു കൊടുത്തല്ല, ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുത്ത് തിരിച്ചു വന്നിട്ട് പറയരുത് പറഞ്ഞാൽ അങ്ങനെ പറയാക്കാൻ കഴിയുമോ? ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കാശ്മീർക്ക് പോയി, അവിടെയൊക്കെ പോയി കണ്ടിട്ട് ഇങ്ങനെ വന്നിട്ട് അന്ന് ആരോടും മുണ്ടരുതിട്ട് പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമോ? നമുക്ക് കാണുന്ന ഒരു കാശ്മീർ നമ്മളെ ഉദാഹരണം. നമ്മൾ അവിടുന്ന് തന്നെ സെൽഫി എടുത്തിട്ട് 4 ഫോട്ടോ അങ്ങോട്ട് അയക്കാൻ, അപ്പം തന്നെ ലൈവായിട്ട് ഇവിടെ എത്തിക്കാൻ നമുക്ക് ഉറക്കും. ഇപ്പൊ തവാഫ് ചെയ്യുമ്പോൾ വരെ ലൈവായിട്ട് ഇവിടെ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. ഇതാണ് നമ്മളൊരു ലോകം. ഇങ്ങോട്ട് പറ്റൂല പറഞ്ഞാൽ എങ്ങനെ? അപ്പൊ പറയാക്കാൻ പറ്റൂല, എങ്ങനെ പറയാ വെച്ചു? അപ്പൊ ജനങ്ങളെ വിശ്വസിക്കും. നബി പോയി കഅബയുടെ അടുക്കലിങ്ങനെ ചെന്നു. അബൂജഹല് അബൂലഹബ് പ്രമുഖരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇരിക്കുമ്പോ നബി പറഞ്ഞു. അപ്പൊ അവർ കണ്ടപ്പോൾ ചോദിച്ചു, കഅബന്റെ തണലിൽ അവരിങ്ങനെ ഇരിക്കും. ഒരു വെയിലിങ്ങനെ ഉദിച്ച് ചൂടാകുമ്പോൾ ആ തണലിൽ അവരിയ്ക്കുക. നാട്ടും അവിടുത്തെ പൗരപ്രമുഖന്മാരാണ്. അപ്പൊ മുഹമ്മദ് നബി ഇങ്ങനെ ചെന്നപ്പോൾ ചോദിച്ചു, എന്താ മുഹമ്മദ് വല്ലതും ഉണ്ടോ ചോദിച്ചു. ആ ഉണ്ട് പറഞ്ഞു. അപ്പൊ ഇതാണ് പറഞ്ഞു നബി. അല്ല, അബൂലഹബ് പൊട്ടിച്ചിരിച്ചു. കിട്ടിപ്പോയ തന്നെ. കാരണം ഇത് വെച്ച് വില പേശ ആൾക്കാരെ മുമ്പിൽ
ഈ ഞങ്ങൾ മാസങ്ങൾ യാത്ര എടുത്തിട്ടാണ് ബൈത്തുൽ മുഖദ്ദസ് സിറിയയിലേക്ക് എത്താറുള്ളത്, ഷാമിലേക്ക് എത്താറുള്ളത്. ഇത്ര അവർക്കറിയാം, ഒട്ടകയാത്രക്ക് കണക്കുണ്ട്. ഇത്രയും സമയം ഒരു മാസത്തിലധികം യാത്ര ചെയ്യാൻ ദൂരാണ്. അവിടെ ഒരു രാത്രിൻ്റെ ചെറിയ സമയം കൊണ്ട് അവിടെ പിന്നെ ഏഴാകാശമൊക്കെ പോയി വന്നു എന്നാണ് പറയുന്നത്. ചോദിച്ചു അതേ പോയി എന്നാണ്. വീണ്ടും ചോദിച്ചു ആ വാദത്തിൽ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ചോദിച്ചു. ഉറച്ചു നിൽക്കുന്നു പറഞ്ഞു, ഉറപ്പിച്ച് പറയുന്നു പറഞ്ഞു നബി. അവർ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നബി ഇങ്ങനെ പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങളൊക്കെ കണ്ടെന്ന് പറയുന്നു. അപ്പോൾ നബി ഇങ്ങനെ എൻ്റെ തൂണൊക്കെ ഇങ്ങനെ എണ്ണി ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്, നബിൻ്റെ മുമ്പിൽ അള്ളാഹ് ഇങ്ങനെ കാണിച്ചു കൊടുത്ത്. ഞങ്ങളൊരു ഒട്ടക സംഘം, കച്ചവട യാത്രാ സംഘം വരുന്നുണ്ട്. 100 കണക്കിന് ഒട്ടകങ്ങളും ആളുകളും ഉണ്ടാവും. കച്ചവട സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സംഗതിയാണ്. അത് എവിടെ എത്തിയെന്ന് പറയാൻ പറ്റുമോ ചോദിച്ചു. ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പറഞ്ഞു നബി. എന്നാൽ ഇവിടെ എത്തി വെച്ചു, ഇന്ന സമയത്ത് എത്തുന്നതാണ് പറഞ്ഞ മാതിരി എത്തിയും ചെയ്തു. ഇതൊക്കെ അപ്പൊ ഇവരിതൊക്കെ അള്ളാഹു വഹയ്യ് മുഖേന റസൂൽ അല്ല, നബിക്ക് ഇത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സംഗതി നബിക്കില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ അബൂ ലഹബ് എന്ത് ചെയ്തു പറയുന്നത്, ഇത് മുതലെടുക്കാൻ തീരുമാനിച്ചു. ആൾക്കാരോട് പറഞ്ഞാൽ അവിശ്വസിക്കുമല്ലോ. ചില ആളുകളൊക്കെ കുറച്ചൊക്കെ അവിശ്വാസം കാണിക്കുകയും ചെയ്തു. നേരിട്ട് അബൂബക്കറിന്റെ അടുത്ത് വന്നു. അബൂബക്കറിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിന്റെ കൂട്ടുകാരൻ അതാണല്ലോ, പറഞ്ഞതാ നിന്റെ കൂട്ടുകാരൻ ഇപ്പോഴിത് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി, എന്താ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചു. അപ്പോൾ അബൂബക്കറിന് പിന്മാറിയാൽ കഴിഞ്ഞല്ലോ കഥ, ഏറ്റവും അടുത്ത ആളാണ്, ബാക്കിയൊക്കെ പോരുമല്ലോ. അതിൽ അബൂബക്കർ തന്നെ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. നിന്റെ കൂട്ടുകാരൻ ഇതാ ഇപ്പോൾ പറയുന്നത് 7 ആകാശവും കടന്ന് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ അബൂബക്കർ തന്നെ ചോദിച്ചു അദ്ദേഹം ഇത് പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഉടനെ അബൂബക്കർ അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു എന്നാണ്. ഒറ്റ വാക്ക്, എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. അപ്പോ വീണ്ടും സംശയാവൂല, അങ്ങനെ വിശ്വസിക്കുക അത്ര പെട്ടെന്ന്. അബൂബക്കർ തന്നെ ഒരു തെളിവാണ് പറഞ്ഞു കൊടുത്തു, ഞാൻ അതിലപ്പുറമുള്ളത് വിശ്വസിച്ച ആളാണ്. അതെന്താ, രാവ് പകൽ വ്യത്യാസമില്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അദ്ദേഹത്തിന് വഹ്യ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച ആളാണ് ഞാൻ. എനിക്കിത് വിശ്വസിക്കാതിരിക്കേണ്ട യാതൊരു കാരണവുമില്ല. അവരങ്ങനെ ലഭ്യരായിട്ട് തിരിച്ചു പോന്നു. അങ്ങനെയാണ് അബൂബക്കർ അസ്സിദ്ദീഖ്, സത്യപ്പെടുത്തുന്നവനായി മാറിയത്. അതാണ് ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ ആ ഗൈബിൽ വിശ്വസിക്കുക എന്നാണ്. അത് വിശ്വസിക്കുമ്പോഴാണ് ഈമാൻ ശരിയാണ്. അത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാണ്ട് ഒപ്പിക്കേണ്ടതൊന്നുമില്ല. അള്ളാഹു റസൂൽ മുഖേന പറഞ്ഞു തന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ വിശ്വസിക്കണം. കണ്ണടച്ച് വിശ്വസിക്കണം, അന്ധമായി വിശ്വസിക്കണം. അങ്ങനെ നമ്മൾ പറയേണ്ടത്. ഒരു യുക്തി ചിന്തയും നടത്തണ്ട. പരലോകത്ത് നരകത്തില് ഒരു മരമുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, വിശ്വസിക്കുന്നു. ആര് പറഞ്ഞു? അത് പറയാൻ കഴിയണം, അള്ളാഹ് പറഞ്ഞാണ്. ജ്യോത്സ്യന്മാർ പറഞ്ഞത് തെറ്റാണ്, എന്തുകൊണ്ട്? അവർക്ക് വൈബ് അറിയില്ല. അപ്പം ഇതാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈ വിശ്വാസ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകൾ നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.